അല്ല ഞാൻ പെണ്ണല്ല. എനിക്കിന്നെ കണ്ടിട്ട് പെണ്ണായിട്ട് തോന്നണേ ആണായിട്ടാണല്ലോ തോന്നുന്നത്. ബഷീറാക്കാന്റെ മോനടിക്ക് 5 ലക്ഷം തന്നത്. എന്നിട്ട് എന്നോട് പറയേ ഇജാ ചേച്ചിന്റെ അടുത്തേ കുറിയിൽ കൂടിക്കോ, എന്നിട്ടോ അതിന്റെ അടുത്ത് വാങ്ങിക്കോ, ഞാൻ തന്നാന്ന് ആരോട് പറയണ്ടെന്നുള്ളത്. എന്തിയേ ഇപ്പൊ സമാധാനായ? എനിക്ക് സമാധാനായ? ഇന്നാലും പൊന്നാരം മുട്ടിയേ അന്റെ അത്ര കള്ളത്തരൊന്നേ ഈ ഞാൻ ചെയ്യണിയടി. അറിയാത്ത പോലെ അങ്ങോട്ട് അഭിനയിക്കല് മോളെ. ഇവിടെ ഉമ്മാനെയും ഇപ്പാനെയും എല്ലാരും കണ്ണു പൊടിയിട്ട് കാണ്ടേ ഇത് കൊറേ കാലം ജീവിച്ചില്ലേ. പക്ഷെ ഞാനിതൊന്നും അറിയില്ല എന്നാണ് എന്റെ വിചാരം. ഒരു കള്ളത്തരം ചെയ്യണീയല്ലേ. പിന്നെ എന്തിനാടി ഈ മാസേ എന്റെ ചെയിനൊക്കെ മുക്കിക്കാൻ കൊടുക്കണത്? എന്റെ വളൊക്കെ ഗ്യാരണ്ടി പണ്ട നൂറ ജു വേണ്ടാത്ത പണിയെടുക്കരുതിട്ടാ. ജില്ലാത്ത ഓരോ പിത്തനെ പറയാൻ നിക്കല്ലേ. സ്വർണം തന്നെയാണ്, ഗ്യാരണ്ടി പണ്ട ഒന്നല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതായ കള്ള? അപ്പൊ ഈ ചെയ്യണത് കള്ളല്ലേ? ഞാൻ പറഞ്ഞതാണ് കള്ളല്ലേ? പൊന്നാര മോളെ മുക്കിക്കാൻ കൊടുക്കലില്ലേ ആ കടയില് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, അവന്റെ കടയിന്നത്. അവനൊരീസേ കടയിലുണ്ടായിരുന്നു ഈ ചെയിന് കൊണ്ടുപോയി കൊടുക്കാൻ പോയപ്പോള്, എൻ്റെ വളയും ചെയിനും കൈച്ചെയിനും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പോയപ്പോള് എന്നോട് വന്ന് പറയേ എൻ്റെ വിചാരം ഉണ്ടാവും അന്നെ ഇവിടെ ആരും അറിയില്ല എന്നുള്ളത്. ഇന്റെ ആങ്ങളുടെ പെണ്ണുങ്ങളാന്നുള്ളത് എല്ലാവർക്കും അറിയാം. നൂറ എടി ഈ ഇതിന് പേരിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഉമ്മാനോട് പറയല്ലേടി. ഞങ്ങളെ വീട്ടിൽ സ്വർണം തരാനുള്ള പാകം ഉണ്ടായിരുന്നില്ല. ഇക്കാന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞോകാക്കാനെ നഷ്ടപ്പെടുത്താനും തോന്നിയില്ല. അപ്പോൾ അങ്ങനൊരു ഇത് ചെയ്താണടി. പക്ഷെ കുഞ്ഞോകാക്ക അറിയാം, കുഞ്ഞോകാക്ക തന്നെയാണ് എൻ്റെ ഉമ്മാനോട് പറഞ്ഞത് ഗ്യാരണ്ടി പണ്ടം മതി എന്നുള്ളത്. അതിനെ ചൊല്ലി എൻ്റെ ആങ്ങളെ നിന്നേ വരായിട്ടിന്നെ ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചിട്ട് ഈയടി. നീയായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കല്ലേ വീട്ടിൽ. അപ്പൊ എനിക്ക് കെഞ്ചാനൊക്കെ അറിയില്ലേ? കെഞ്ചാനൊന്നും അറിയാനില്ലല്ലേ? അപ്പൊ എനിക്ക് നല്ലപോലെ വർത്താനം പറയാനും അറിയും. കുത്തിത്തിരിപ്പ് മാത്രം ഉണ്ടാക്കാനല്ല എനിക്കറിയാം. അപ്പൊ നല്ലപോലെ വർത്താനം പറയാനും അറിയില്ലേ? പിന്നെ ഞാനും കുഞ്ഞോനുള്ള പ്രശ്നം എന്താന്നുള്ളത് തിരക്കി നടക്കണ്ട. ഇപ്പൊ പറഞ്ഞില്ലേ ഈ ബഷീറാക്കാന്റെ മോനെ എന്നുള്ളത്. ഞാനും കുഞ്ഞോളേ ഒരു പ്രശ്നത്തിന് കാരണേ ഈ ബഷീറാക്കാന്റെ മോൻ തന്നെയാണ്. ഈ ബഷീറാക്കാന്റെ മോനെ റോട്ടുമേലിട്ട് അടിച്ചിക്കണം എൻ്റെ മാപ്പിള. അതൊന്ന് ചോദിച്ചു നോക്കി എന്താ കാരണം എന്നുള്ളത്. പിന്നെ 10ാം ക്ലാസ് മുതൽ തന്നെ അവൻ മുദ്ര കുത്തിക്കണ് ഞാൻ പയച്ച് നടക്കണ പെണ്ണാന്നുള്ളത്. കുഞ്ഞോങ്കാക്ക പ്രശ്നം ഉണ്ടാക്കിയേ? കുഞ്ഞോങ്കാക്ക എന്തിനാ പാച്ചക്കനോട് പ്രശ്നം ഉണ്ടാക്കിക്കണ്? എൻ്റെ മാപ്പിളിനോട് പിന്നെ എങ്ങനെയാണ് ഞാൻ പുറത്തു കൊടുക്കുക? അത് ഇജ്ജ് പറയും. ഇജ്ജ് എപ്പോഴും എൻ്റെ മാപ്പിളിനെ പറ്റി പൊക്കി പറയല്ല. എൻ്റെ മാപ്പിള അങ്ങനെയാണ്, എൻ്റെ മാപ്പിള ഇങ്ങനെയെന്നുള്ളത് ഇജ്ജ് എപ്പോഴും പറയില്ല. 10ാം ക്ലാസ്സിനെ ഈ ബഷീറാക്കാൻ്റെ മോനെ എന്നോട് സംസാരിക്കാൻ വന്നതിനാടി എൻ്റെ മാപ്പിള സാധുവിനിട്ട് കണ്ട് റോട്ടുമ്മലിട്ട് അടിച്ചത്. ആ പ്രായത്തിലൊന്നും എനിക്ക് പ്രേമം പോയിട്ട് ഒരു മണ്ണാങ്കാട്ടി അറിയില്ല. എൻ്റെ മാപ്പിൾക്ക് വെറും സംശയമാണ്. എൻ്റെ മാപ്പിൾക്ക് ഈ 2 പെങ്ങന്മാരെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. എൻ്റെ മാപ്പിൾക്ക് ഈ പെരയിലെ വലിയ ആളായിട്ടേ ചമഞ്ഞ് നടക്കണം. എന്നാ ഒന്നിനും മുൻകൈ എടുത്ത് മുന്നിൽ ഇറങ്ങാൻ വയ്യ. അതാണ് എൻ്റെ മാപ്പിള. നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞാലല്ലേ ഇക്ക് നിങ്ങൾ രണ്ടാളും പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നൂറ ഇതുവരെ കുഞ്ഞോനും പറഞ്ഞിട്ടില്ല, ഈയും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ? ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എന്താ ചെക്കനെ പിടിച്ചടിച്ചിരുന്നു എന്നുള്ളത്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയണേ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്നും ഈ ബഷീറാക്കാന്റെ മോനെ മുന്നേ കണ്ടു ഒന്നും എനിക്കറിയില്ല. ഇതൊക്കെ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. എനിക്കിതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ നല്ലൊരു പെണ്ണാന്നുണ്ടെങ്കിൽ നല്ലൊരു മരുമോളാണ് ഈ വീട്ടിലെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ മാപ്പിളിനോട് ചോദിച്ചാൽ നിങ്ങളും പെങ്ങളും കൂടി എന്താണ് പ്രശ്നം എന്നുള്ളത്, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞ് തിരുത്തി എന്നുള്ളത്. പക്ഷെ ഈ അതിലേ എഴുതിയിൽ എണ്ണ വയ്ക്കാനല്ലേ ശ്രമിച്ചത്. നടക്കട്ടെ എൻ്റെ ഫോൺ വിളി. എടി ഈ അള്ളാനെ കരുതിയിട്ട് ഇമ്മാനോട് പറയരുതിട്ടാ. എനിക്കറിയില്ല എൻ്റെ പെരയത്തെ അവസ്ഥ. എൻ്റെ ഉമ്മാനെ എനിക്കറിയില്ല. അന്നെ പോലെ ഇക്കിത് ഉമ്മാനോടും ഇപ്പം മരിക്കണതിന് മുന്നേ ഇപ്പാനോടും റിനുവിനോടൊക്കെ പറഞ്ഞു കൊടുത്തിങ്ങാണ്ടേ പ്രശ്നം ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ എന്നോ പ്രശ്നം ഉണ്ടാക്കായിന്ന്. അന്നെ പോലെ ഒരു പെൺകുട്ടിൻ്റെ ജീവിതം നശിപ്പിക്കണേ പരിപാടി ഞാൻ എടുക്കൂല. പിന്നെ
ഇമ്മാക്ക് ഈ ഗ്യാരണ്ടി ഫണ്ട് ഇട്ടാലും സ്വർണ്ണം ഇട്ടാലും ഇമ്മാക്ക് ഒക്കെ കണക്ക് തന്നെയാണ്. ഇമ്മ ഇത്രയും കാലമായിട്ട് എൻ്റെ സ്വർണത്തിന്നേ ഒരു വള എനിക്ക് കാട്ടുന്നോ അല്ലെങ്കിൽ ഒരു മോതിരം എനിക്ക് കാട്ട് പണയം വെക്കാനെന്ന് പറഞ്ഞുകാണ്ടേ വന്നിട്ട് എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടില്ല ഇവിടെ. പക്ഷെ വരൂല. അതാണടി ഞങ്ങളമ്മാരെ പവറ്. അനക്കൊക്കെ ഈ കുടുംബത്തിൽ വരാൻ പറ്റിയത് ഭാഗ്യാന്ന് വിചാരിച്ചോ. എന്തായാലും ഗ്യാരണ്ടി ഫണ്ട് ഇട്ട് വന്നുകാണ്ട് മാപ്പിളി പെണ്ണുങ്ങളും കൂടി നാടകം കളിച്ചല്ലേ ഈ പെരക്കാരറിയാതെ. അത് ഇനിയും തുടർന്നോ ഇമ്മ പിടിക്കപ്പെടുന്ന വരെ. എന്നാലും കുഞ്ഞോങ്കാക്ക് എന്തിനാ പേക്കാരോ ബഷീറാക്കാൻ്റെ മോനെ അടിച്ചിട്ടുണ്ടാവുക. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ചെക്ക ഇവളോട് സംസാരിച്ചപ്പോൾ അടിച്ചതാ. അന്ന് മുതൽക്ക് തന്നെ ഇവള് പെണ്ണാണെന്ന് കുഞ്ഞോങ്കാക്ക മുദ്ര കൊത്തിന്നല്ലേ പോള് പറഞ്ഞത്. ഇത് കുഞ്ഞോങ്കാക്കാനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം, ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. എന്നാലും ഇപ്പോഴൊക്കെ വലിയ പണക്കാരോടൊക്കെ കെട്ടി, അത് വേലക്കാരിയായ പെരേക്ക് പക്ഷെ നല്ല ഉറങ്ങിയിട്ട് ആ പെണ്ണെങ്ങനെ അറിഞ്ഞതിപ്പോ എൻ്റെ ഇത് ഗ്യാരണ്ടി ഫണ്ടാന്നുള്ളത്. മീന് കൊടുന്ന് വെച്ചിട്ട് ഈ പെൺകുട്ടി ഇത് എവിടുക്കാ പോയിക്കണത്? മാമിൻ്റെ പൊന്നാറ കുട്ടിയാണല്ലേ അല്ലേ? ബിലിയ ഉമ്മച്ചൊരു കാര്യം പറയട്ടെ. മാമിന് ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോവാണ്. വലിയ പണക്കാരോടൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുപോണ്. വലിയ പണക്കാർ മാമി ഒരു പെരയിൽ പണിയെടുക്കാൻ പോക്കില്ലേ നൂറ മാമി? ആ പെരയത്തെ ആ കാക്കാക്ക് മാമിനോട് ഇഷ്ടമുണ്ട് എന്നാണ് പറഞ്ഞത്. അത് കല്യാണം കഴിച്ച് കൊണ്ടുപോവാണല്ല. ഇനി ഇമ്മച്ചീനെയും ബിലുവിനൊന്നും മാമിക്ക് കണ്ണാണൂല. മാമി തീരെ അപ്പൊ മാമി നമ്മളെക്കാട്ടി വലിയ ഉയർന്നില്ലേ, വലിയ പണക്കാരായില്ലേ. അപ്പൊ ഇനി മാമിക്ക് അന്നൊന്നും കണ്ണാണൂല. നീ മാമിനോട് വല്ലാതെ മുണ്ടാൻ പോണ്ടട്ടോ. പോയില്ലല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞിക്കണെന്ന് ഉമ്മമാനോടൊന്നും പറയരുത് കേട്ടോ. പറയരുതട്ടാ. പറയോ പറയില്ലേക്കാർ. ഓ ഇത് വരണിമ്മ ഈ പറഞ്ഞമാതിരി തള്ള ഇത്രയും ദിവസം എന്നെ മാതിരി വിളി വിളിച്ചിട്ടില്ല. ഓ മകളെ പണക്കാര് കെട്ടിക്കൊണ്ടുപോവാണല്ലോ. അപ്പൊ നകളിപ്പ്. തള്ള വയസ്സായ ഞാനേ ഉണ്ടാവുള്ളൂ. മകള് പണക്കാരോട് പോയിട്ടുണ്ടെങ്കില് നിങ്ങളെ തിരിഞ്ഞു നോക്കൂല. വല്ലാത്തൊരു മലക്കൺ. ഇമ്മുട്ടിയെ ഇവിടെ വാ. അന്റെ ഈ പഠിപ്പ് നല്ല പഠിപ്പാണ് ട്ടാ. ഇവിടെ വന്ന് അടുക്കളയിൽ ഇന്നെ വന്ന് സഹായിച്ച മൂത്തുമ്മക്ക് വെച്ചാലും മുട്ടും കാലം കൊണ്ട്. ഇവിടെ വാ. ഒരു പഠിപ്പ്. പിന്നെ വലിയ പണക്കാരെ കെട്ടിക്കൊണ്ടായാലും ഇന്നൊന്നും പെയിന്റ് ആക്കൂല. പഠിച്ചോനെ ഉമ്മമാന്റെ മോനോട് ആരും ഇത് പറഞ്ഞത്? അങ്ങനെ ഇരിക്കട്ടെ. ഈ ബുദ്ധി ഓർക്കാത്ത കുട്ടിനോടാണല്ലോ ഈ വാണ്ടാത്ത പറഞ്ഞു കൊടുക്കണത്. എന്റെ ഉമ്മച്ചിക്കേ ബുദ്ധി ഇല്ലട്ടാ. എന്റെ ഉമ്മച്ചിക്ക് തലക്ക് വെളിയില്ല. അതാണ് എന്റെ ഉമ്മച്ചി എന്നോട് ഇങ്ങനൊക്കെ പറഞ്ഞു തരുന്നട്ടാ. നൂറമാമി എന്റെ കുട്ടീനല്ലാതെ വേറെ ആരെയാണ് നോക്കല്? നൂറമേമി അങ്ങനൊന്നും ചെയ്യൂലട്ടാ. നൂറമേമിക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലേ. അപ്പൊ നൂറമേമിന്റെ കാക്ക വന്നാല് കാക്ക നല്ലോ സാധനങ്ങൾ കൊടുന്നു തരുമല്ലോ. നൂറമേമി നോക്കണ പോലെ തന്നെ അമ്മ മോനെ നോക്കുമല്ലോ. എന്റെ ഉമ്മച്ചിന്റെ വാക്കൊന്നും കേൾക്കണ്ടട്ടാ. എന്റെ ഉമ്മച്ചിക്ക് ഉപ്പച്ചിക്ക് തലക്ക് തീരെ വേളിയില്ല. ഞാൻ പോയി കളിച്ചട്ട കഞ്ഞാണ് അമ്മ മോനക്ക്. മുട്ടിയേ ഈ മാഞ്ഞളെ ഞാൻ മാറ്റി കൊടുക്കാം. ഈ പറഞ്ഞമാർക്ക് ഒന്നും മുണ്ടിന് വിചാരിച്ചിട്ടേ ബുദ്ധി ഓർക്കാത്ത മക്കളോടാണ് ഓള് ഈ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പാത്രങ്ങളാണ് സിങ്കിൽ കുറേ എടുക്കണത്. നേരെ 10-11 മണിയായി. എന്നിട്ട് ആ പെൺകുട്ടി ഇതുവരെ അടുക്കളെ വന്നിട്ട് അത് ഇങ്ങനെ വിട്ടാ ശരിയാവൂല. എന്തിനമ്മ വിളിച്ചത്? എന്തിനു ഞാൻ വിളിച്ചതെന്ന് എനിക്കറിയില്ല മുട്ടിയെ. എനിക്കറിയില്ലേ. ചോറ് വെന്തിട്ടില്ല. ഇങ്ങോട്ട് നോക്ക്, സിങ്കിലാണ് ഈ പാത്രങ്ങൾ കിടക്കുന്നത്. മീനാണ് നന്നാക്കാൻ. എന്താ പന്റെ കഥ? ഇതൊന്നും നല്ല തുറത്തിയൊന്നല്ലല്ലോ ഈ റൂമിലിരിക്കല്. അല്ല ഞാൻ ഒന്നും മുണ്ടിന് വിചാരിച്ചിട്ട് ഇതിന്റെ തലമ കേറുണ്ടാ? ഇമ്മ എന്തപ്പോ ഇങ്ങനൊക്കെ പറയണത്? ഓ
നൂറനെ വലിയ പണക്കാരോടൊക്കെ കെട്ടിക്കൊണ്ടുപോണതിപ്പോ ഉമ്മയുടെ സ്വഭാവം മാറ്റിയാ. ഇപ്പൊ ഉമ്മയും നൂറൊക്കെ ഇപ്പൊ ഒന്നായി. ഈ പാവപ്പെട്ട പെരയത്തെ ഞാനാണല്ലോ ഇപ്പൊ അല്ലേ പുറത്ത്. പൊന്നാര കുട്ടിയെ എന്നോട് വർത്താനം പറഞ്ഞാലേ ഒന്നല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവണം, അല്ലെങ്കിൽ ഇന്റെ തൊള്ള കെടുക്കണത് അനക്ക് കേൾക്കും. അമ്മയുടെ വർത്താനാണ് ഇജിനോട് പറഞ്ഞത്. ഇജി ഇന്നും നല്ല തുടത്തി വന്നാലും ഈ പെരന്റെ ഉള്ളിൽ കിടന്നിട്ട് കോപ്രായങ്ങൾ കാട്ടല്. അല്ല ഇജ് എന്താ കുട്ടീനോട് പറഞ്ഞു കൊടുത്തിരിക്കണത്? ഇജ് എന്താ കുട്ടീനോട് പറഞ്ഞു കൊടുത്തത്? നൂറ് മാമിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അന്നൊന്നും മെയിൻ ഇടാവില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ. 10 വയസ്സായ കുട്ടീനോടാണ്, ബുദ്ധി ഉറക്കാത്ത കുട്ടീനോടാണ് ഇജ് എന്തൊക്കെ ഈ പറഞ്ഞു കൊടുത്തിരിക്കണത്? അന്റെ ഉമ്മാക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. ഇമ്മാക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. എന്നോട് വർത്താനം പറയണമെന്നുണ്ടെങ്കിൽ ഉമ്മക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കണം എന്നുള്ളതൊക്കെ തോന്നും. അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ട പെരയത്താണല്ലോ, ഞാനും കുഞ്ഞോങ്കാക്കിയാണല്ലോ ഇവിടെ പുറത്ത്. ബിലുവിനോട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് ചെറിയ കുട്ടിന്റെ വാക്ക് കേട്ടിക്കാണ്ട് ഉമ്മ അങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കൊന്നും വേണ്ട. കുഞ്ഞോങ്കാക്കി ഞാൻ അല്ലെങ്കിലും ഇവിടെ പുറത്താണ്. ഞങ്ങൾ ആരും അല്ലല്ലോ ഇവിടുത്ത. ഉമ്മക്ക് 100 റീനും മാത്രം മതിയല്ലോ. ഞങ്ങളൊന്നും പുറത്തും ഒക്കെയാണ്. അന്റെ മാപ്പിള ഇപ്പൊ ഇക്ക് ആവശ്യമില്ല. അന്റെ മാപ്പിള ഞാൻ പറ്റതല്ലല്ലോ. അന്റെ മാപ്പിള ഞാൻ റോട്ടുമ്പോ നിർത്തി വളർത്തിയതാണ്. നൂറനെ മാത്രം ഞാൻ പറ്റിട്ടുള്ളൂ, നൂറനി റിനൂനി. അന്റെ മാപ്പിള ഞാൻ പറ്റതല്ല. അന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇക്ക് എന്നോട് ഇപ്പൊ വാദിക്കാൻ നേരെ ഇയ്യ. ആ മൂത്തമ്മ മുട്ടുകാല് വേദനിച്ചിട്ടാണ് നിൽക്കണത്. എനിക്ക് മൂത്തമ്മാന്റെ സ്വഭാവം അറിയില്ലേ? നേരത്തെ ഞാൻ തിന്നാൻ കിട്ടിയിട്ട് ഞാൻ അതിന്റെ തൊള്ള കിടക്കണ വെച്ച് കേൾക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ വന്നു കണ്ട മീൻ നന്നാക്ക്. ഓളൊരു കണ വർത്താനം നേരെ പോലത്തെ ഈ റൂമിൽ തന്നെ ഇരിക്കല്. അന്റെ കുഞ്ഞനോട് നിനക്ക് വിളിക്കാൻ പറയും. അന്റെ ഉമ്മാക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. വേണ്ട വേണ്ട നിൽക്കുമ്പോ നിർന്തല കേറുണ്ട. ചെറിയ മക്കളോടൊക്കെ എണിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കണത്. ഞാൻ ഇപ്പൊ വരാം. ഞാൻ തന്നെ നന്നാക്കി മീൻ കറിയൊക്കെ വെച്ചോണ്ട് നിങ്ങൾ ആരും ഇവിടെ എടുക്കണ്ട. ഇനി എന്തൊക്കെയാണ് അവൻ കുഞ്ഞോനോട് പറഞ്ഞുണ്ടാക്കി കൊടുക്കല്. ഇതിന് ദേഷ്യം വരികയാണ് ഓരോരോ കാട്ടുകൂട്ടല് പോയിട്ട്. തൊള്ളക്കിപ്പോ മകളെ പണക്കാരോർക്ക് കെട്ടിക്കാണെന്ന് വരുത്തിയിട്ട് തൊള്ള എന്തൊക്കെ ഇപ്പൊ നകളിക്കണത്. മാറും നകളിപ്പ് തൊള്ള. അവിടുത്തെ വേലക്കാരിയായിട്ടും മകളെ കൊണ്ടുപോകുമ്പോൾ മാറും. പിന്നെ ഇത്രയും വലിയ കോട്ടേഴ്സിന് പണക്കാരോർക്ക് കെട്ടിക്കണത് വെറുതെയാണ്. അവർക്ക് ശമ്പളം കൊടുക്കാത്തൊരു വേലക്കാരി. മുട്ടിയെ എനിക്ക് തീരെ സഹിക്കണില്ല തോന്നില്ലേ നൂറനെ നല്ലൊരു പെരക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോണത്. എടിയാ ഇത്രയും കാലം ഞമ്മക്ക് വേണ്ടി ജീവിക്കുന്നീല്ലേ, എന്നിട്ടും എനിക്ക് ഇത്ര അസൂയ എന്തിനാണ്? ഇത്രക്ക് റിനുവാ എന്റെ പാട്ടിൽ പോ, അതെനിക്ക് നല്ലത്. ഇജ്ജ് ഒന്നും ഇവിടെ കാട്ടിക്കോട്ടണിയ. ഈ നല്ലതാണല്ലോ കാട്ടിക്കോട്ടണത്. അന്നെ ആർക്കും പറ്റായില്ല, അനക്കാണ് ഇപ്പൊ ഞങ്ങളൊന്നും പറ്റാത്തത്. 100 സ്ഥലം എടുത്തെന്ന് പറഞ്ഞ മുതൽ അന്ന് തൊട്ടിയതാണ് എന്റെ സൂക്കട്. അല്ല നൂറൊക്കെ പടിപടിയായിട്ടേ നല്ല കാലാണല്ലോ വരണത്. ആദ്യം സ്ഥലം വാങ്ങി, പിന്നെ അതിന്റെ പുറമെ ബഷീറാഖാനെ പോകാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ്. ഇതൊന്നും എനിക്ക് സഹിക്കണില്ല തോന്നില്ലേ. കുഞ്ഞോനാണെങ്കിൽ ഇതുവരെ വിളിച്ചിട്ടില്ല. അവനക്ക് വേറൊരു ലെവല്. അല്ല അവൻ ഞങ്ങളെ ചോരനല്ലേ, അറിയാൻ പാടിയാഞ്ഞൊരു ചോദിക്ക. ഈ ഇങ്ങനെ അവനെ മാറ്റിയെടുത്തപ്പോഴോ നൂറക്ക് നല്ല ജീവിതം കിട്ടുന്നതിന് ഇപ്പൊ എനിക്കെന്താ വേണ്ടത്? നല്ല കാര്യല്ലേ. ഇമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോ ആരും ദേഷ്യം പിടിക്കുമ്പോ പലതും പറഞ്ഞു പോവും. അങ്ങനെ പറഞ്ഞു പോണതാണ്. പിന്നെ എനിക്ക് ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞ് എന്നിട്ടാണല്ലോ കുട്ടീനോട് പറഞ്ഞു കൊടുത്തിക്കണത്. നല്ലോ കേട്ടില്ല ഉമ്മാന്റെ അടുത്തുനിന്ന്. കണക്കായിപ്പോയി. ഇമ്മാനെ വരെ ദേഷ്യം പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ സ്വഭാവം അത്രക്ക് നന്ന്. അതെ മെനഞ്ഞുണ്ടാക്കിക്കോ. എന്ത് പ്രശ്നം അടുത്ത ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളത്. അല്ലെ കെട്ടിയനോട് വിളിച്ചങ്ങാണ്ടേ ഇപ്പൊ തന്നെ പറഞ്ഞ നൂറെന്നെ എങ്ങനെ പറഞ്ഞിക്കണ്, ഇമ്മന്നെ എങ്ങനെ പറഞ്ഞിക്കണ് നനങ്ങാണ്ടേ അടുത്ത പ്രശ്നം ഉണ്ടാക്കിക്കോ. എന്നോട് ഇപ്പൊ വർത്താനം പറയാനേ തീരെ താല്പര്യം. ഒന്ന് പോയി തരുമോ? പിന്നെ പ്രത്യേകിച്ച് എന്റെ പേരും പറയണട്ടാ. അതാവുമ്പോളേ പ്രശ്നത്തിനെ കുറച്ച് കട്ടിയും കനും കൂടും.